പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കരമൊരു ഹല്ലേലൂയ പറയാമോ? ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 8, 9, 10 വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 8, 9, 10 വാക്യം ഉറച്ചു വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 8, 9, 10 വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വച്ചിട്ടില്ല. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? സ്തോത്രം. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ അത് ആരുടെയും മുഖം നോക്കിയിട്ടല്ല, ഹൃദയങ്ങളെ ആരാഞ്ഞറിഞ്ഞാണ് ദൈവം തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നതും തിരഞ്ഞെടുക്കുന്നതും കരം പിടിച്ചു നടത്തുന്നതും. അങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നിങ്ങളിലും നിങ്ങളുടെ കൂട്ടാളിയിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളിലും കാണുവാനിടയായി തീരും. ദൈവം തിരഞ്ഞെടുത്ത ഏവരെയും ദൈവം തള്ളിക്കളയാതെ ചേർത്ത് പിടിച്ചു സ്നേഹിക്കും. സ്വത്രം. പിശാച് ഏത് തരത്തിലും ദൈവത്തിന്റെ മക്കളെ നശിപ്പിക്കണമെന്ന് തന്ത്രങ്ങൾ മെനഞ്ഞു വരുമ്പോൾ പിശാചിന്റെ തന്ത്രങ്ങൾ വീണ് തകർന്നു പോകാതെ ഇരിക്കേണ്ടതിന് അവന്റെ ഉള്ളം കരത്തിൽ തൻ്റെ മക്കളെ വഹിക്കും അവൻ. സ്വത്രം. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളെ ഭയപ്പെടണ്ട. സ്വത്രം. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമാ, ഒരനർത്ഥവും നിങ്ങൾക്ക് വരികയില്ല, നിങ്ങളെ ഒരു ശത്രുവും ബന്ധിപ്പാൻ ഞാൻ സമ്മതിക്കത്തില്ല. ശത്രുവിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നിങ്ങൾ ദൈവത്തിലും ദൈവവചനത്തിലും ഉറ്റിരിക്കണം. ക്രിസ്തുവുള്ള സ്നേഹം നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം. യേശു പഠിപ്പിച്ചത് അപ്രകാരം കേട്ട് അനുസരിച്ച് അതുപ്രകാരം യാത്ര ചെയ്ത ഒരു വ്യക്തിയും ഭൂമിയിൽ നശിച്ചു പോയ ചരിത്രമില്ല. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ മകനെ മകളെ, നിങ്ങളിൽ ക്രിസ്തുവിലുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. സ്വത്രം. ഞാനെന്ന ഭാവം ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. ക്രിസ്തുവിലുള്ള മനോഭാവം എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിങ്ങൾക്ക് നൽകി തന്ന സ്നേഹം, ക്രിസ്തു നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക, ക്രിസ്തു നിങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ആ വഴികളെ ഓർത്ത് ദൈവത്തിന് മഹത്വവും പ്രസാദമുള്ളവരായി നിങ്ങൾ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നിങ്ങൾ യാത്ര ചെയ്യുമെങ്കിൽ സ്വർഗത്തുള്ള പിതാവ് കേട്ട് നിങ്ങളെ പുത്രനിലൂടെ അനുഗ്രഹിക്കുവാൻ അവൻ നിങ്ങളുടെ അടുക്കൽ കടന്നു വരും. വ്യക്തമായി ഇന്ന് രാത്രികാലം പറയട്ടെ, ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്നത് മുട്ടാടുകളുടെ വേദസ്സിനേക്കാളും നല്ലതെന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നെങ്കിൽ യേശു പറഞ്ഞ പ്രകാരം, യേശു കാണിച്ച മാതൃക പ്രകാരം ദൈവ പൈതലെ നീ യാത്ര ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ സർവശക്തനായ ദൈവം നീ ചോദിക്കുന്നതിലും നീ ചിന്തിക്കുന്നതിലും നീ നനയ്ക്കുന്നതിലും ഉപരിയായി നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെ കൂട്ടാളി വഴി നടത്തും കർത്താവ്. എന്നാൽ പലപ്പോഴും നമ്മുടെ കഷ്ടങ്ങൾ മാറി, നമ്മുടെ കണ്ണുനീരി നീങ്ങി, നമ്മുടെ ഭവനത്തിന്റെ സ്ഥിതി മാറി, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി
മാറിയപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാ പലപ്പോഴും പിശാച് നമ്മുടെ മേൽ അവകാശവാദം പറഞ്ഞുകൊണ്ടുവരുന്നത്. ദൈവവചനം പറയുന്ന പ്രകാരം നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് യാത്ര ചെയ്യുമെങ്കിൽ കൂടപ്പുറപ്പെ നിങ്ങൾ ഒരിക്കലും ആരുടെ മുമ്പിൽ നിങ്ങൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു കള്ള പ്രവാചകന്മാരും വന്ന് നിങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് തെറ്റിക്കത്തില്ല. സ്വത്രം ഒരു മന്ത്രവാദവും ഒരു കൂടുപാത്രം നിങ്ങൾക്ക് ഫലിക്കത്തില്ല. വഴിയിൽ എവിടൊക്കെ എന്തെല്ലാം ആരൊക്കെ എവിടെയെല്ലാം വീണെന്ന് പറഞ്ഞാലും ദൈവപ്പതിലെ നീ വീഴാൻ ദൈവം സമ്മതിക്കത്തില്ല. പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴിങ്ങോട് നിന്ന് ചൂടാടി സഞ്ചരിക്കുമ്പോൾ പിശാചിന്റെ കരത്ത് നിന്നെ വിട്ടുകൊടുത്തിട്ട് ദൂരെ മാറി നിന്ന് ചിരിക്കുവാൻ എന്റെ കർത്താവ് ഘോഷനല്ല. അവൻ നിന്നെ വിളിച്ചത് അനുഗ്രഹിക്കാനാണെങ്കിൽ നിന്റെ അനുഗ്രഹത്തെ തകർക്കരുത്. പിശാചിനെ തല തകർത്തുകൊണ്ട് നിനക്ക് ജയത്തിന് വിശ്വസിച്ചിട്ട് കർത്താവിന് മുഴുവൻ മഹത്വവും കൊടുക്ക്. നിനക്ക് നന്മ തന്നത് സ്വത്രം ലോകത്തിന് മുമ്പിൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനാ. നിന്നെ ഉയർത്തിയത് യേശുവിന്റെ മഹത്വത്തെ വർണ്ണിക്കാനാ. നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെല്ലാം മാറ്റിയെടുത്തത് അനുഗ്രഹിക്കുന്ന ദൈവമുണ്ടെന്ന് പറയാനാ. നിനക്ക് ലഭിക്കാത്ത ഭാഗ്യ പദവി സ്വർഗത്തിലേക്ക് തന്നത് ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ അത്ഭുതം വന്ന് കാണുവിൻ എന്ന് പറയാനാ. സ്വത്രം ദൈവത്തെ മറന്ന് ലോകത്തെ സ്നേഹിക്കാൻ പോയാൽ ലോകത്തുള്ള സകല പിശാചുക്കളും നിന്റെ മേൽ കുതിര കയറും. സ്വത്രം എന്നിട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവ് പറഞ്ഞു, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ വിശക്കുന്നവന് ആഹാരം കൊടുക്കണം. സ്വത്രം സ്വത്രം കരയുന്നവന്റെ കണ്ണുനീര് തുടയ്ക്കണം. സ്വത്രം ഇല്ലാത്തവന് കൊടുപ്പാൻ നീ മടിക്കരുത്. സ്വത്രം. എന്നാൽ പലരും ഇന്ന് കാണിച്ചു കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ഇവരൊക്കെ ദൈവദാസന്മാരാണോ ദൈവമക്കളാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു അനുഭവമാണ്. കാരണം സ്വത്രം പലരും പറയുന്ന ഒരു വിശക്കുന്നു എന്ന് പറയുമ്പോൾ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വത്രം ഇല്ല വല്ലതും തരണേന്ന് പറയുമ്പം പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന മിക്കവാറും ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളത്. സ്വത്രം വിശക്കുന്നവൻ ആഹാരമല്ലേ ആവശ്യം, അവന്റെ മുമ്പിൽ പ്രാർത്ഥന കൊണ്ടുവന്ന് ഫലം. ആഹാരം കൊടുത്തിട്ട് പ്രാർത്ഥിക്കുക. സ്വത്രം. അപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് തികയുന്നില്ല പിന്നില് ഞാൻ അവന് കൊടുക്കുന്നു. സ്വത്രം. ഇല്ല 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 എന്ന് പറഞ്ഞ് വാരി 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 കൂട്ടി ഒടുവിൽ തിന്നാൻ പോലും ഭാഗ്യമില്ലാതെ ശ്വാസം മുട്ടി ചത്തുകൊണ്ടിരിക്കാതെ കുഞ്ഞ് ദൈവം തന്ന നന്മയ്ക്കൊത്തവണ്ണം ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്വത്രം. എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പെ വ്യക്തമായി പറയട്ടെ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നീ സ്വത്രം സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ തയ്യാറായില്ല എങ്കിൽ സ്വത്രം കള്ളപ്രവാചകന്മാരെ വിളിക്കേണ്ടി വരും. നീ സ്വത്രം കള്ളപ്രവാചകൻ നിന്റെ വീട്ടിൽ വന്ന് നിന്നെ മൂച്ചോടെ കുടിക്കും. സ്വത്രം. അവൻ വന്നാലുടനെ പറയുന്ന ഒരു കാര്യമുണ്ട്, പിശാച് നിങ്ങളെ വട്ടം കെട്ടി ചുറ്റിക്കെട്ടി വള്ളി കെട്ടി പുള്ളി കെട്ടി കിഴക്കുന്നു വന്നതിനെ കിഴക്കോട്ട് മാറ്റി പടിഞ്ഞാറോട്ട് നീക്കി നിന്നെ ബന്ധിച്ചു വച്ചിരിക്കുക. സ്വത്രം. കഴിഞ്ഞ ദിവസം ഞാനൊരു ദൂത് കേട്ടതാ. സ്വത്രം. 2 പേര് രണ്ട് സഹോദരിമാരെ ബന്ധിച്ചേക്കുന്നത്. ആ ബന്ധനം അഴിക്കണമെങ്കിൽ 3000 രൂപ പ്രതിഫലം തരണം. സ്വത്രം. 3000 രൂപ പ്രതിഫലം തരണം. അത് പോരാ, 3 ദിവസം ഉപവാസം. 3 ദിവസം കൊണ്ട് ഉപവാസത്തിൽ വിടുതൽ പറ്റിയില്ലെങ്കിൽ 21 ദിവസം ഉപവാസം. സ്വത്രം. സഭയിലെ ദേവദാസൻ അറിയരുത്, വീട്ടിൽ വേറെ ആരും അറിയരുത്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. സ്വത്രം. ഇവിടെ ഇരുന്നുകൊണ്ട് വിടുവിക്കണേ 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 എന്ന് പറയാം. അവൻ വെടിവെച്ചോണ്ടിരിക്കുക. സ്വത്രം. കാരണം ഉള്ളതെല്ലാം അടിച്ച് മാറ്റാൻ വേണ്ടി. സ്വത്രം. നിങ്ങൾ വിടുവിക്കണം എന്ന് പറയാം. അവൻ പറയും, വിടുവിക്കല്ലേ കർത്താവേ, 4 ദിവസവും കൂടെ പോയാൽ എനിക്ക് അത്ര കൂടെ പൈസ കിട്ടും. സ്വത്രം. വ്യക്തമായി പറയട്ടെ, ഇത് ചുമ്മാതെ പറയുന്ന കാര്യമല്ല. ചിലയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആ മന്ത്രവാദവും കൂടുപാത്രവും എന്ന് പറഞ്ഞ് പലരെയും കൊണ്ടിട്ട് ചാട്ടവാറിനും ചൂരവടിക്കും അടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സ്വത്രം. ഇവിടെ തൊട്ടടുത്ത് തന്നെ അങ്ങനെയുള്ള സ്ഥലവും ഉണ്ട്. സ്വത്രം. അവിടെയാണ് ദൈവമുള്ളതെന്ന് പറഞ്ഞ് എല്ലാരും ചാടിപ്പിടിച്ച് അങ്ങോട്ട് പോവുക. അവസാനം അവിടെയുള്ള പിശാചും കൂടെ ഇവരുടെ ദേഹത്ത് കയറിയിട്ട് അവസാനം വിടുതലില്ലാതെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടുക. എന്നിട്ടാ പറഞ്ഞ പാസ്റ്ററെ പ്രാർത്ഥിക്കണം. സ്വത്രം. നാളുകളായി പോരാട്ടമാ.
ദൈവ പൈതലെ, വിശുദ്ധ വേദപുസ്തകം ചുമക്കുന്ന കുഞ്ഞെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന കുഞ്ഞെ, നിന്നോട് ഈ രാത്രിക്കാലം പറയുക, അടിമുഖത്തിൽ കുടുങ്ങരുതെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, നിന്നെ അടിമുഖത്തിൽ കുടുക്കിയിട്ടിരിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ, ആത്മാവിനും സത്യത്തിൽ ദൈവമുഖത്തേക്ക് നോക്കി ആരാധിക്കും. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയും, നീ വീട് കിടക്കുന്ന എവിടെയാണെന്ന്. അത് തിരിച്ചറിഞ്ഞിട്ട് മടങ്ങുന്ന ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, നീ നിന്റെ കുഞ്ഞുങ്ങളും ഒരിക്കലും ശാപഗ്രസ്തമായി തീരത്തില്ല. നീ നിന്റെ സന്തതിയും അനുഗ്രഹിക്കപ്പെടും. ഇനി നീ ദൈവത്തെ, യേശു കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, സ്വത്രം, നീ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ കർത്തൃമേശ കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവിക കൂട്ടായ്മ ആചരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഈ ദൈവത്തിന്റെ വചനം ചുമക്കുന്ന വ്യക്തിയാണെങ്കിൽ, അവന്റെ മഹത്വത്തിന് സാക്ഷി വഹിച്ച വ്യക്തിയാണെങ്കിൽ, വചനം പറയുന്നു, ബൈബിൾ പറയുന്നു, ഒരനർത്ഥവും വരത്തില്ല, നിനക്കൊരു ആഭിചാരം ഭരിക്കയില്ല. സ്വത്രം. പിന്നെ ഈ ആഭിചാരവും കൂടുപാത്രവും ഒക്കെ ആരുടെ ഇറക്കുമതിയാണെന്നറിയാമോ? പിയായിന്റെ ഇറക്കുമതിയാ. ആ പിയായിന്റെ സേവകാത്മാക്കളാ വന്ന് പറയുന്നത്, നിങ്ങളെ അവർ ബന്ധിച്ചു വെച്ചേക്കുക. ഭാവിചാചകൻ അന്നേരം അവന്റെ മുഖത്ത് നോക്കി ആട്ടണം. സ്വത്രം. ഞാൻ ഒരിക്കൽ ദുബായിൽ ചെന്ന് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പം, സ്വത്രം, ആ പ്രിയപ്പെട്ടവൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തുപോകാണ് ഈ സമയത്ത്. പാസ്റ്ററെ, എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഞങ്ങളെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. ആ പ്രശ്നത്തിനൊരു പരിഹാരത്തിന് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കാൻ വിളിച്ചതാ. സ്വത്രം. ഇന്നലെ വന്ന ഒരു ദൈവദാസൻ, സ്വത്രം, പറയുന്നതിൽ എനിക്കൊരു ലജ്ജയുമില്ല. കാരണം ഇതുപോലെ കുറെ കള്ള പ്രവാചകന്മാരെങ്കിൽ പെന്തിക്കോസ്ത് ഗോളത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ പുറമെ കൈയടിക്കാനും അതിന്റെ പുറകെ അല്ലേലിയ പറയാനും കുറെ ഉപദേശിമാരും, പെന്തിക്കോസ്ത് സമൂഹത്തെ മൊത്തം നിന്നയുടെ അപമാനത്തിന്റെ കുത്തൊഴുക്കിലേക്ക് മാറ്റിക്കൊണ്ട് യവന്മാര് ചുളിനോട് കുട്ടിക്കൊലകിനെ കൊണ്ട് വായിച്ചിട്ട് കൈയടിച്ച് ചിരിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പെന്തിക്കോസ്തുകളും മാറുമ്പോൾ, ജീവിക്കുന്ന ദൈവമല്ല, നിന്റെ കണ്ണുനീരും പ്രാർത്ഥനയുമാ ഭൂമി ശപിക്കപ്പെടാതെ ഭൂമിയിൽ അനുഗ്രഹങ്ങളെ ചൊരിയുന്ന കർത്താവ് ദയ കാണിച്ച് നശിപ്പിച്ചു കളയാതെ ഇരിക്കുന്നത്. അത് നിന്റെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ്. സ്വത്രം. പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയിട്ട് പോലും ഒരു നോഹയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ ജനത്തെ രക്ഷിപ്പാൻ സർവശക്തനായ ദൈവത്തിന് മനസ്സിൽ തോന്നിയെങ്കിൽ, സ്വത്രം, ഒരു അബ്രഹാമിന്റെ പ്രാർത്ഥന മുമ്പിൽ സോദോമ പട്ടണത്തിൽ നിന്ന് തന്റെ കൂടപ്പുറപ്പിൽ രക്ഷിപ്പാൻ അവസരമാണെങ്കിൽ, നിങ്ങൾ പൈതലെ കൂടപ്പുറപ്പ് സഹോദരങ്ങളെ, നിങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാ ദൈവകോപം ഭൂതലത്തിൽ അറങ്ങാതെ ഇരിക്കുന്നത്. ഈ പാപം ചെയ്തുകൊണ്ട് ദൈവജനത്തെ വഴിതെറ്റിച്ച് ശത്രുവിന്റെ പേര് പറഞ്ഞ്, മന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞ്, ഗൂഢവാക്യത്തിന്റെ പേര് പറഞ്ഞ് നിന്റെ പൈസ പിടിക്കാൻ വരുന്ന ഈ കള്ള പ്രവാചകന്മാരെ തിരിച്ചറിഞ്ഞിട്ട് മഹത്വം ദൈവത്തിലേക്ക്. ദൈവസഭ അറിയാതെ, സഭയിലെ ദൈവദാസൻ അറിയാതെ വീടിനകത്ത് ഏവനെങ്കിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും അവൻ നിന്നെ നശിപ്പിക്കുകയല്ലാതെ, നിന്റെ നന്മയെ ചൂഷണം ചെയ്യുകയല്ലാതെ നീ ഒരിക്കലും അനുഗ്രഹം പ്രാപിച്ച് പുറത്തു വരത്തില്ല. സ്വത്രം. ആ ഷാർജയിലെ പ്രിയപ്പെട്ടവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ബന്ധനങ്ങൾ കഴിക്കുവാൻ സ്വത്രം ഞാൻ പാസ്റ്ററെ വിളിച്ചതാ. സ്വത്രം. എന്നിട്ട് അദ്ദേഹം ആ തലേന്ന് രാത്രിയിൽ, സ്വത്രം, ആ ദൂത് പറഞ്ഞതെല്ലാം പുള്ളിക്കാരൻ മൊബൈലിൽ പിടിച്ചു വെച്ചിട്ട് എന്നെ കേൾപ്പിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ വീടിനകത്ത് നടന്ന സംഭവങ്ങളും പിന്നെ എറണാകുളത്ത് നടന്ന സംഭവങ്ങളും വീടിന്റെ സിറ്റുവേഷനും മൊത്തം പറഞ്ഞല്ലോ പാസ്റ്ററെ. പുള്ളിക്കാരൻ അതല്ല പറഞ്ഞത്. പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യം, പിശാച് ബന്ധിച്ചു വെച്ചേക്ക. എന്നിട്ട് ആ മൊബൈലിൽ കൂടെ പുള്ളി ഇങ്ങനെ അന്യഭാഷ പറയുന്നത് കേട്ടിട്ട് പുള്ളി പറയാം, കണ്ടോ, അറബിക്കെട്ടാണെന്നാ പറഞ്ഞത്, അറബിയിലാണ് കെട്ടി വെച്ചേക്കുന്നതെന്ന്. സ്വത്രം. എന്നിട്ട് പറയാ, ഏതാണ്ട് ആ ചൊല്ലുന്ന കേട്ടോ, അത് ഹിന്ദുക്കെട്ടാണെന്ന്. ഇതെന്തൊരു കെട്ടാ! നിന്നെ കെട്ടിന്റെയും പൂട്ടിന്റെയും പേര് പറഞ്ഞ് ദൈവപ്പൈതലെ നിന്റെ പണമടിക്കാൻ വരുന്ന ഇത്തരം പ്രവാചകന്മാരുടെ പുറകെ പോവല്ലേ. സ്വത്രം. ഇന്ന് അതിനാ വില കൂടുതല്. സ്വത്രം. അതും പോരാഞ്ഞിട്ട് പാസ്റ്ററുടെ കൊടവണ്ടി, പാസ്റ്ററുടെ വണ്ടി, സ്വത്രം, പിന്നെ പാസ്റ്ററുടെ ചർച്ചിന്റെ വലിപ്പം,
പിന്നെ പാസിലെ കളറ് സ്വന്തം ചുട്ടകോഴിയെ പറപ്പിക്കും. യവൻ പറന്നുകൊണ്ടിരിക്കുക രക്ഷയില്ലാതെ. എന്നിട്ട് അവൻ ഇവരെയും കൂടെ പറപ്പിക്കാൻ വേണ്ടി വിശ്വാസത്തിൽ നിൽക്കുന്ന നിന്നെ തകർക്കാൻ പിശാചൊരുക്കുന്ന കെണിക്കകത്ത് ചെന്ന് വീണിട്ട് അയ്യോ എന്ന് പറഞ്ഞ് വിളിക്കാതെ, പ്രതിസന്ധി വരുന്നതിന് മുമ്പേ, പ്രതികൂലം വരുന്നതിന് മുമ്പേ ദൈവമുഖത്തേക്ക് നോക്കി നീ കരയാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ സ്വർഗം സത്യമാക്കി തരും. വ്യക്തമായി പറയട്ടെ, 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 11, 12, 13 വാക്യം വായിച്ചാൽ വ്യക്തമായി കാണാൻ കഴിയും. സ്വത്രം മത്സരിക്കുന്നവർ, പിണക്കം നടിക്കുന്നവർ, സ്വത്രം പാഷ്വാലിറ്റി കാണിക്കുന്നവർ എന്തിന് പറയുന്നു? ജീവിതത്തിൽ ഒരിക്കൽ പോലും ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ടില്ലെങ്കിലും കണ്ടുവെന്ന് പറഞ്ഞ് നിന്നെ വഴിതെറ്റിച്ചുകൊണ്ട് ലോകത്തിലെ മോഹത്തിലേക്ക് വലിച്ചെടിച്ചുകൊണ്ട് പോകുന്ന ഇത്തരം പ്രവണതകൾ കാണിച്ച് ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും വിപരീതമായി നിൽക്കുന്ന ഈ കള്ള പ്രവാചകന്മാരുടെ വാക്ക് കേട്ടിട്ട് ദൈവസന്നിധി വിട്ട്, ദൈവകൃപ വിട്ട്, ദൈവമക്കളെ വിട്ടച്ച് നീ പിന്നെ കെട്ടിന്റെ പൂട്ടിന്റെ പുറകെ പോകാതെ എന്നെ ഒരു ശത്രുവിനും ബന്ധിക്കാൻ കഴിയത്തില്ല പറഞ്ഞ ദൈവത്തോട് കൂടെ നിന്നിട്ട് നീ ദൈവത്തോട് ചോദിക്കും, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? സ്വത്രം. അങ്ങനെ നീ ദൈവത്തോട് ചോദിച്ചാൽ സർവശക്തനായ ദൈവം നീ പോകേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ആ പോകുന്ന വഴിയിൽ ഒരു പതിയിരുപ്പ് ശക്തികളും നിന്നെയോ നിന്റെ കുഞ്ഞുങ്ങളെയോ തകർക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 20-ാം വാക്യം പറയുന്നത്, നീ പോകുന്ന വഴിയിൽ നിനക്ക് മുമ്പ് ഞാൻ എന്റെ ദൂതനെ അയക്കും. സ്വത്രം. അവൻ പോയി നിനക്ക് വഴി ഒരുക്കും. വായിക്കാൻ കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി പറയട്ടെ, എന്റെ കർത്താവ് പറഞ്ഞത് നിന്നെ കാക്കേണ്ടതിന് ഞാൻ എന്റെ ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ ഈ ലോകത്തിൽ കാണുന്ന ഓരോ പ്രശ്നങ്ങളുടെ നടുവിൽ നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു പിശാചിനും നിന്നെ ബന്ധിപ്പാൻ കഴിയത്തില്ല. നിന്റെ സന്തതിയുടെ ഭാവിയെ നശിപ്പിക്കാൻ കഴിയത്തില്ല. നിന്റെ കൂട്ടാളിയുടെ മുൻപോട്ടുള്ള ശുഭയാത്രയ്ക്ക് തടസ്സം നിൽക്കാൻ കഴിയത്തില്ല. കാരണം നിനക്ക് ചുറ്റും സ്വർഗം തന്റെ ദൂതന്മാരെ കാവലാക്കിയിട്ടുണ്ട്. വിശ്വാസമുണ്ട്. ഹല്ലേലൂയ പറ. കാരണം അവന്റെ ദൈവം നിന്നെ വിളിച്ചിട്ട് ലോകത്തൊരു പരസ്യക്കോലമാക്കത്തില്ല. നീ പരസ്യക്കോലമാകുന്നെങ്കിൽ നീ ദൈവത്തിന് അകന്നു പോയിട്ട് കാലങ്ങൾ കുറയായി നീ അപമാനിക്കപ്പെടുന്നെങ്കിൽ നിന്നെയല്ല എന്റെ കർത്താവിനെ അപമാനിക്കുന്ന മനസ്സിലാക്കിയിട്ട് നാളെ ദൈവത്തിൽ പ്രാർത്ഥിക്ക്. പ്രതികാരം യഹോവയ്ക്കുള്ളത്. നീയോ അവരെ അനുഗ്രഹിപ്പാൻ മനസ്സുള്ളവരായി ദൈവസനിൽ ഇടുന്നു പ്രാർത്ഥിച്ചു തുടങ്ങ. നിന്നെ നിൽക്കുന്ന ശത്രു നിന്റെ പാദപീഠത്തിൽ വീഴുന്നത് നിന്റെ കണ്ണു കൊണ്ട് നീ കാണും. കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. വായിക്കാം. കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങളെ നാണിപ്പിപ്പാനല്ല സ്വത്രം കർത്താവ് വിളിച്ചത്. പിശാച് പറയും നീ രക്ഷപ്പെടത്തില്ല, നിന്റെ സന്തതി രക്ഷപ്പെടത്തില്ല, നിന്റെ കൂട്ടാളി രക്ഷപ്പെടത്തില്ല. നീ എല്ലാ കാലത്തും കരഞ്ഞും വിലപിച്ചും ഒറ്റപ്പെട്ടും ഉയർച്ചയില്ലാതെ താഴ്ന്ന് നശിച്ചു പോകയല്ലാതെ നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. നീ അവരെ നോക്ക്, ഇവരെ നോക്ക്, അവിടെ നോക്ക്, ഇവിടെ നോക്ക്. സ്വത്രം ഒന്നും അത് മാത്രമല്ല പറയുന്നേ. ഞങ്ങളുടെ പള്ളിയുടെ വലിപ്പം കണ്ടോ, ഞങ്ങളുടെ സഭയിൽ വിശ്വാസികളെ കണ്ടോ, സ്വത്രം ഞങ്ങളുടെ പ്രോഗ്രാമുകൾ കണ്ടോ, നിങ്ങൾക്ക് എന്തോ ഉണ്ട്. സ്വത്രം. നിങ്ങൾക്ക് എന്തോ ഉണ്ട്. കർത്താവ് പറഞ്ഞൊരു കാര്യം, കാണുന്നതിനല്ല കാണാത്തതിനെ വിശ്വസിക്കണം. നീ ആഗ്രഹിക്കുന്നത് ദൈവം നിനക്ക് തരും. കുഞ്ഞ് യെരൂശലേം ദേവാലയത്തെ കണ്ടുകൊണ്ട് വലിയ പൊങ്ങിയതാ ശിഷ്യന്മാര്. സ്വത്രം. ശിഷ്യന്മാരുടെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വത്രം. മക്കളെ പൊങ്ങണ്ട, ഇത് കല്ല് ശേഷിക്കാതെ തകർന്നു പോകും. സ്വത്രം. ഇന്നങ്ങൊരു സാധനമില്ല അവിടെ. സ്വത്രം. വ്യക്തമായി തിരിച്ചറിയണം. ക്രിസ്തുവിൽ നീ ആശ്രയിച്ച് അവനിൽ പുകഴാൻ ശ്രമിക്ക്. അങ്ങനെങ്കിൽ ക്രിസ്തു
ഉയർത്തപ്പെട്ടതുപോലെ നിന്റെ സന്തതി നീ ഉയർത്തപ്പെടും. ഒരല്ലേ പറയെങ്കിൽ പറ, ഓ കർത്താവിൽ നീ എന്നാൽ ക്രിസ്തു ഉയർത്തപ്പെട്ടതുപോലെ നീ നിന്റെ സന്തതി ഉയർത്തപ്പെടും. ആ ഉയർച്ചയെ തകർക്കുവാൻ താഴ്ത്തുവാൻ ലോകത്തിൽ ആർക്കും കഴിയാത്തതുപോലെ സ്വർഗം തന്റെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യും. വായിച്ചേ 4:14. നിങ്ങളെ നാണിപ്പിപ്പാനല്ല, സ്വത്രം നിങ്ങൾക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, പക്ഷേ കർത്താവ് ഒരുവനേ ഉള്ളൂ. അതുകൊണ്ട് ഗുരുക്കന്മാരെ അല്ല നോക്കേണ്ടത്, കർത്താവിനെ നോക്കണം. ആ കർത്താവിൽ നിങ്ങൾ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ലോകത്തിൽ യാത്ര ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം കാണും. സ്വത്രം രോഗം പേറിയ ശരീരവുമായി, വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി, സാമ്പത്തിക കടഭാരം കാരണം ഒന്നും നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത ഭാരമേറിയ ആ വേദനയായ ഭാഗം എടുത്തുകൊണ്ട് നീ യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞൻ നീ തകർന്നു പോകുമെന്ന് ഒരു പക്ഷേ ചുറ്റും നിൽക്കുന്നവർ പറയും, പക്ഷെ നീ തകർന്നു വീഴുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. കാരണം എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നീ ഒഴുക്കുന്ന കണ്ണീരിന് മറുപടി വരും. അത് നീ ചിന്തിക്കുന്ന നിനക്കിലും അധികമായിട്ട് അവൻ മറുപടി അയക്കും. അതുകൊണ്ട് ഒരിക്കലും നീ പുറകോട്ട് നോക്കാതെ ദൈവ മുഖത്തേക്ക് നോക്ക്. നിന്റെ കുഞ്ഞിനെയാണോ കുറ്റം പറഞ്ഞ നാട്ടുകാര്? നിന്റെ കൂട്ടാളിയാണോ കുറ്റം പറഞ്ഞ നാട്ടുകാര്? സ്വത്രം നിന്റെ കുടുംബത്തെ ജീവിതത്തിലെ അനിശ്ചിതാവസ്ഥ കണ്ടാണോ നിന്റെ കുറ്റം പറയുന്നത്? നീ കരയണ്ട. കർത്താവ് പറഞ്ഞു നിന്റെ കണ്ണുനീര് ഞാൻ തുടയ്ക്കുമെന്ന്. സ്വത്രം കർത്താവ് പറഞ്ഞു നിന്റെ കഷ്ടപ്പാടുകൾക്ക് ഞാൻ അറുതി തരുമെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകം പറയുന്നത് കേട്ട് നീ പോകാതെ ദൈവത്തിന്റെ വചനം പറയുന്നത് അനുസരിച്ച് നീ മുൻപോട്ട് പോകാൻ തയ്യാറാകുമെങ്കിൽ സ്വത്രം സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം നീ കാണും. സ്വത്രം കൊരിന്ത്യർക്ക് ലേഖനം 3:16-17 വാക്യം ഒന്ന് വായിക്കാമോ? കൊരിന്ത്യർക്ക് ലേഖനം 3:16-17 വാക്യം. സ്വത്രം നിങ്ങൾ സാധാരണ വ്യക്തികളല്ല, നിങ്ങൾ അസാധാരണ വ്യക്തികളാണ്. നിങ്ങൾ ലോകത്തിനുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ. അങ്ങനെ ദൈവത്തിന്റെ മക്കളായ നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. നിങ്ങൾ ദൈവം വസിക്കുന്ന മന്ദിരമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുഞ്ഞേ, നീ ഒരു സാധാരണ വ്യക്തിയല്ല. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യമുണ്ടല്ലോ, സകല പൈശാചിക മണ്ഡലങ്ങളെ കീഴ്മേൽ മറിയിപ്പാൻ കഴിവുള്ളതാ. അങ്ങനെ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയാൽ ഈ പറയുന്നത് സംഭവിക്കും. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ്, കുഞ്ഞുങ്ങളെ, നിങ്ങളെ തകർക്കുമെന്ന് പറയുന്ന പിശാചിന്റെ വാക്ക് കേട്ട് നിങ്ങൾ പിൻവാങ്ങിപ്പോകാതെ സ്വത്രം പരിശുദ്ധാത്മാവ് പ്രാപിച്ച് നിങ്ങൾ ആത്മാവിൽ മുന്നേറണം. സ്വത്രം നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുന്നതിനെ ഞാൻ നിങ്ങളോട് ചെയ്തെടുക്കും. അതുകൊണ്ട് വിശ്വാസത്തോടെ നിങ്ങൾ യാത്ര ചെയ്യണം. സ്വത്രം ദൈവം ആരെയും തനിച്ചു വിടത്തില്ല. ദൈവം വിളിച്ചു ചേർത്താൽ ദൈവം അവരുടെ കൂടെ നടക്കും. സ്വത്രം ദൈവം അവരുടെ കൂടെ നടക്കുന്നിടത്തോളം കാലം ലോകത്തിൽ ആർക്കും അവരെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. വ്യക്തമായി പറയട്ടെ, ദൈവമക്കൾ ആരാണെന്ന് ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ വലിയ പാടാ. സ്വത്രം അത്യാവശ്യം ഞാൻ ഇങ്ങനെ പറയട്ടെ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച നീ സ്വത്രം ക്രിസ്തുവിന്റെ മനോഭാവം ഉള്ളവളുമായി താഴ്മയും വിനയവും ധരിച്ചുകൊണ്ട് മറ്റുള്ളവരെ പകയ്ക്കാതെ സ്നേഹിക്കാൻ പഠിക്കണം. സ്വത്രം ക്രിസ്തു നമുക്ക് വെച്ച മാതൃക നമ്മൾ പിൻപറ്റാൻ തയ്യാറാകണം. ജീവിതത്തിൽ ഏതെല്ലാം നിലയിൽ നിനക്കെതിരെ പോരാടി ശത്രു വന്നാലും ആ ശത്രു നിന്നെ ജയിക്കുകയില്ല. കാരണം നിന്റെ മേൽ വ്യാപിച്ചിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ ശത്രുവിന്റെ തല തകരും.
പ്രൈസ് ദി ലോർഡ്. അത് നീ വിശ്വസിക്കണം. ഒരു രോഗത്തിനും നിന്നെ അടിമയാക്കി പിശാചിന് കൊണ്ടുപോകാൻ കഴിയത്തില്ല. രോഗത്തെ സൗഖ്യമാക്കുന്ന കർത്താവിന്റെ ആത്മാവ് നിന്റെ ഉള്ളിടത്തോളം കാലം നീ രോഗത്തെ ജയിച്ച് പുറത്തു വരും. രോഗത്തെ തകർക്കുവാൻ നിന്നോട് പോരാടുന്ന പിശാചിനെ തകർത്തുകൊണ്ട് നീ ലോകത്തിൽ നിന്ന് പുറത്തു വരും. നിന്റെ കുടുംബത്തിനകത്ത് തകർച്ച കൊണ്ടുവന്ന് നിന്നെ തകർക്കുന്നത് പിശാചിനെ തല തകർത്തുകൊണ്ട് നീ നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് പുറത്തു വരും. നിന്റെ സന്തതിയുടെ ഭാവിയെ മുടിക്കുമെന്ന് പറഞ്ഞ ആ പിശാചിനെ തല തകർത്തുകൊണ്ട് നിന്റെ സന്തതി പുറത്തു വരും. കുഞ്ഞ്, നീ ഒരു അനുഗ്രഹമായിരിക്കുന്നിടത്തോളം കാലം നിന്റെ അനുഗ്രഹത്തെ തകർക്കുവാൻ പിശാച് പദ്ധതികൾ ഒരുക്കും. പക്ഷെ ആ പിശാചിന്റെ പദ്ധതി നീ തകർന്നു പോകുവാൻ എന്റെ യേശു കർത്താവ് അനുവദിക്കത്തില്ല. ഒരു പൊട്ടനെ പോലെ, പൊട്ടിയെ പോലെ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്ക്. ലോകം എന്തൊക്കെ പറയട്ടെ, പക്ഷെ എന്റെ കർത്താവ് പറയുന്നത് നീ അനുസരിക്കുമെങ്കിൽ നീ പറയുന്ന കർത്താവ് അനുസരിക്കും. ഈ നല്ല രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവിടെ നിന്നും ഇവിടെ നിന്നും നാലുപാട് നിന്നും നിനക്കെതിരെ വെല്ലുവിളികൾ വരും. സ്വത്രം നിന്റെ വിശ്വാസ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കാൻ രോഗത്തിന്റെ മണ്ഡലങ്ങൾ കൊണ്ട് നിന്നെ പേടിപ്പെടുത്തും. സ്വത്രം സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുവന്ന് നിന്നെ വലിച്ചഴിക്കാൻ ശ്രമിക്കും. പക്ഷെ നീ വിശ്വസിക്കണം, എന്റെ ദൈവം ഒരനർത്ഥവും വന്ന് ഭവിപ്പാൻ വിട്ടുകൊടുക്കുന്നവനല്ല. അവന്റെ ഉള്ളം കരുത്ത് ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം പിശാചിനെ തലതകരും, ഞാൻ ജയിച്ചു പുറത്തു വരുമെന്ന്. ഈ രാത്രിയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സകലരും എതിരായി, സർവവും നഷ്ടപ്പെട്ട്, ജീവിതത്തിൽ തന്റെ ശരീരത്തിന് പോലും സൗഖ്യമില്ലാതെ, വ്രണം ബാധിച്ച്, നാറ്റം വെച്ച്, സ്വത്രം പുഴുക്കളെ ചോട്ട് കഷ്ണം കൊണ്ട് ചൊറിഞ്ഞു ചാരത്തിലിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കണ്ണുനീരോടെ ദൈവമുഖത്തേക്ക് നോക്കുന്ന യോബിനെ കണ്ടിട്ട് ആശ്വസിപ്പിക്കാൻ വന്നവർ പോലും കുറ്റം പറഞ്ഞു. എന്തിനു പറയുന്നു? അന്ന് വരെയും അന്വേഷിച്ചു കൊടുത്ത് തിന്നുകുടിച്ച് സമൃദ്ധിയോടെ ജീവിച്ച് മക്കളെ പെറ്റു വളർത്തി സകല നന്മയ്ക്കും കൂട്ടവകാശം നിന്ന സ്വന്തം ഭാര്യ പോലും ഒരു വിപത്ത് വന്നപ്പോൾ, ഒരു രോഗം കടന്നു പിടിച്ചപ്പോൾ ഇയ്യോബിനെ മാത്രമല്ല തള്ളിപ്പറഞ്ഞത്, ഇയ്യോബ് സേവിക്കുന്ന ദൈവത്തെ തള്ളിപ്പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ കർത്താവ് നിന്നെ കൈവിടത്തില്ലെന്ന് നീ വിശ്വസിക്ക്. ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും തള്ളിപ്പറഞ്ഞാലും സ്വർഗം നിന്നെ തള്ളിക്കളയത്തില്ല. കാരണം നിന്നെ വിലയ്ക്ക് വാങ്ങിയതാ. സ്വത്രം നഷ്ടപ്പെട്ടു പോകരുത്, നിന്നെ പ്രാണൻ തന്ന് വിലയ്ക്ക് വാങ്ങിയതാ. അങ്ങനെ ആ വില മുഴുലോകത്തേക്കാൾ വലിയതാ. നീ ഒരിക്കലും ലോകന്റെ മുമ്പിൽ ചോദിച്ചിഹ്നമാകുവാൻ എന്റെ കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. ഇവർക്ക് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കണേ. യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് എന്റെ അപ്പച്ചൻ ഇയ്യോബിനടുക്കൽ ഇറങ്ങി വന്നു. മുൻപുണ്ടായിരുന്ന ഇരട്ടി കൊടുത്ത മാനിപ്പാൻ എന്റെ അപ്പന് മനസ്സുണ്ടായെങ്കിൽ നീ ഇറങ്ങി തിരിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ, നീ ദൈവത്തിന്റെ വചനം അനുസരിച്ചാണ് ദൈവസ്ഥലം നീക്കുന്നതെങ്കിൽ, കർത്താവിനെ തിരുമേശയ്ക്ക് ഭാഗമാക്കായി നീ ജീവിക്കുന്നെങ്കിൽ, ആത്മാവിനെ സത്യത്തിൽ നീ ആരാധിക്കുന്നെങ്കിൽ, നിന്നെ തകർക്കുവാൻ ഒരു പിശാചിനെയും അനുവദിക്കത്തില്ല. പിന്നെ വിശ്വാസം അല്ലേ? ലോകത്തിൽ നമ്മൾ പലരും പറയും, ഓ അവൻ നശിച്ചുപോയി, അവനിന് രക്ഷപ്പെടത്തില്ല, അവന്റെ കുഞ്ഞുങ്ങളിനി അനുഗ്രഹിക്കപ്പെടത്തില്ല, അവന്റെ ജീവിതം ഇങ്ങനെ തന്നെ തീർന്നു പോകും എന്ന് പറയുമ്പോ അത് കേട്ടിട്ട് നിരാശപ്പെടല്ലേ? സ്വത്രം നിന്റെ കുഞ്ഞിനെ മറ്റുള്ളവർ പരിഹസിച്ചെന്ന് പറഞ്ഞ് നീ അവനെ കുറ്റം പറയാൻ പോകല്ലേ? സ്വത്രം ഈ കഷ്ടവും പ്രയാസവും ഒക്കെ വരുന്നു, അതുകൊണ്ടൊരു പ്രവാചകനെ വിളിച്ച് കാര്യം എന്താണെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് പ്രവാചകന്റെ പുറകെ പോകല്ലേ? സ്വത്രം കർത്താവ് എന്ന് പറയുന്നു, അത് കേട്ട് കർത്താവിന്റെ വചനത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യും. കർത്താവിനെ ഉയർത്തി മാനിക്കും. സ്വത്രം ഇനി ഒന്നുകൂടി പറയട്ടെ, സ്വത്രം ഒരുപാട് ഭൂതത്തെ ഇറക്കുന്ന മാസ്റ്റർമാരുണ്ട്. സ്വത്രം എനിക്ക് അവരെയൊക്കെ വലിയ ഇഷ്ടമാണ്. കാരണം പറഞ്ഞ ഭൂതം ബാധിച്ചവരെ ഇറക്കണമെങ്കിൽ ഒരു ഇച്ചിരി ആത്മധൈര്യമൊക്കെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. സ്വത്രം കാരണം ഒരുതപ്പെട്ടവരൊക്കെ ഇറക്കാൻ പോയ പണി കിട്ടും. സ്വത്രം എന്നാൽ രാത്രികാലം വ്യക്തമായി പറയട്ടെ, നീ ദൈവത്തിന്റെ ദാസനാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നെങ്കിൽ ഒരു ഭൂതത്തിനും നിന്നെ ആലയത്തിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. സ്വത്രം വ്യക്തമായി പറയട്ടെ, സ്വർഗം നിന്നോട് കൂടെയുള്ളത്തോളം കാലം ദൈവത്തിന്റെ മഹത്വം നീ കാണും. സ്വത്രം വ്യക്തമായി പറയട്ടെ, ആത്മാവുള്ളെടുത്ത് സ്വത്രം ദൈവത്തിന്റെ മഹത്വമുണ്ട്. സ്വത്രം ഈ നല്ല രാത്രികാലം ദൈവത്തിന്റെ സന്നിധി കൊണ്ട് പറയട്ടെ, സ്വത്രം നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ സ്വത്രം നിങ്ങളെ തകർക്കുവാൻ
ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. സങ്കീർത്തനം 34:18 പറയുന്നത് ഇങ്ങനെയാണ്: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. സ്വത്രം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 2-3 വാക്യം ഒന്ന് വായിക്കാമോ? മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 2-3 വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വത്രം. സ്വത്രം. ശബത്ത് നാളിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചു. പലരും അത് കേട്ട് വിസ്മയിച്ചു. ഇവൻ ഈ ജ്ഞാനം എവിടുന്ന് കിട്ടി? ഇവന് ചെയ്യുന്ന അത്ഭുത പ്രവർത്തികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരണ ശക്തി എന്ത്? ഇവനെ നമ്മക്കറിയത്തില്ലയോ? സ്വത്ര ഇവന്റെ കൂടപ്പുറപ്പുകളെ നമ്മക്കറിയത്തില്ലയോ? ഇവന്റെ ജാതി നമ്മക്കറിയത്തില്ലയോ? ഇവന്റെ കുടുംബം നമ്മക്കറിയത്തില്ലയോ? ഇവന്റെ കൂടപ്പുറപ്പുകളെ നമ്മക്കറിയത്തില്ലയോ? പിന്നെ അവൻ എന്ത് പൊങ്ങാനാ? എല്ലാവരും ഇടറിപ്പോയി എന്നാ പറയുന്നത്. അയ്യോ, യേശു കർത്താവ് എല്ലാരും ഇടറിപ്പോയപ്പോ എല്ലാം മടക്കി കെട്ടി വീട്ടിൽ കൊണ്ട് അപ്പൻ്റെ കൊടുത്തിട്ട് പോയിരുന്ന് കഞ്ചാവ് അടിച്ചു അല്ലേ? സ്വത്രം ഇല്ലയോ? താടിയും മുടിയും വളർത്തി എല്ലാരും പോയി. ഇനിയിപ്പോ ഞാനിതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി ഞാൻ പറയാൻ പോയി അവരെല്ലാരും എന്നെ കുറ്റം പറയത്തുള്ളൂ. സ്വത്രം. ആത്മാവ് പ്രാപിച്ച ദൈവപ്പൈതലേ, നിന്നിൽ ദൈവത്തിന്റെ ആത്മാവ് ഇരിക്കുന്നിടത്തോളം കാലം നിന്റെ കൂടെ നിൽക്കാൻ കൂടുതൽ പേരൊന്നും കാണത്തില്ല. ഏതു വിധത്തിലും നിന്നെ പരിഹസിച്ചും കുറ്റം പറഞ്ഞും താഴ്ത്തിക്കെട്ടിയും നിന്നിലുള്ള ദൈവമഹത്വം വെളിപ്പെടുത്താതെ ഇരിക്കാൻ പിശാചൊരുക്കുന്ന തന്ത്രങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അതിന്റെ മഹത്വത്തോടെ നീ ചെയ്തെടുത്താൽ നിന്നെ തള്ളിക്കളഞ്ഞിട്ട് പോയവർ, നിന്നെ കുറ്റം പറഞ്ഞിട്ട് പോയവർ, നിന്നെ ഒറ്റപ്പെടുത്തിയവർ നിന്റെ മുന്നിൽ വന്ന് മാപ്പരക്കുന്ന സമയം വരും. അതുകൊണ്ട് വ്യക്തമായി പറയട്ടെ, പരിഹസിച്ച് യേശുവിനെ തള്ളിയെങ്കിൽ നീ ഞാൻ സാധാരണ മനുഷ്യരാ. നിന്നെയും എന്നെയും പരിഹസിക്കുക മാത്രമല്ല, വേണ്ടി വന്നാൽ ആടിച്ചേതിൽ ഓടെ കടത്താൻ അവർ മടിക്കത്തില്ല. Praise the Lord. എന്നാൽ എന്റെ ദൈവം അറിയാതെ നിന്റെ തലയിൽ ഒരു മുടിനാര് കൊഴിയത്തില്ല. ഒന്നുകൂടി ചേർത്ത് പറഞ്ഞു നിർത്തട്ടെ. പാവപ്പെട്ട കുഷ്ഠരോഗികളെ സ്വത്രം സംരക്ഷിക്കാനായി ഒരു പാവപ്പെട്ട ഗ്രഹാം സൈസും ഭാര്യയും സ്വത്രം നമ്മുടെ രാജ്യത്ത് വന്നു. സ്വത്രം ആ പാവപ്പെട്ടവനെയും കുഞ്ഞുങ്ങളെയും കൂടെ ഒരു ജീപ്പിനകത്തിട്ട് തീ വെച്ച് കൊല്ലുമ്പോ അവർ വിചാരിച്ചു ഇനി ഇവിടെ ഒരു സുവിശേഷ പ്രവർത്തനം ഉണ്ടാവത്തില്ല, ഇനി ഇവിടെ യേശുവിന്റെ നാമം ഉയരത്തുമില്ല. സ്വത്രം. കാലമൊന്നും അധികം പോയില്ല. സ്വത്രം. ആ ദേശത്തെ ദൈവം മണ്ണിനടിയിൽ കിടക്കുകയാണ്. സ്വത്രം. ആ ദേശത്ത് ദൈവം ന്യായവിധി അയച്ചു. സ്വത്രം. ദൈവം പ്രവർത്തിക്കുന്നതേ നീ ചിന്തിക്കുന്നതിനും അപ്പുറത്താ, നീ കണക്കൂട്ടുന്നതിനും അപ്പുറത്താ. ഒരു പക്ഷെ നിനക്ക് കൊല്ലാൻ കഴിയും, നിനക്കൊരു പക്ഷെ ദേശത്തുനിന്ന് ഓടിക്കാൻ കഴിയും, ഒരു പക്ഷെ നിന്റെ വായ അടപ്പിക്കാൻ കഴിയും. പക്ഷെ എവിടെ നീ ദൈവനാമ മഹത്വത്തിന് എതിര് നിൽക്കുന്നു, എവിടെ ദൈവമക്കൾക്ക് എതിര് നിൽക്കുന്നു, എവിടെ ദൈവപ്രവൃത്തിയെ തടയാൻ ശ്രമിക്കുന്നു, അവിടെ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങും. സ്വത്രം. എന്റെ കർത്താവേ, സ്വത്രം. ആർക്കും ഒരു ദോഷം ചെയ്യാൻ വന്നവനല്ല എന്റെ കർത്താവ്. എല്ലാവരും ചേർത്ത് പിടിച്ച്, കരയണ്ട മക്കളെ, വിശക്കുന്നെങ്കിൽ ഞാൻ ആഹാരം തരാം മക്കളെ, രോഗമുണ്ടെങ്കിൽ ഞാൻ സൗഖ്യം തരാം മക്കളെ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനത് തീർത്തു തരാം മക്കളെ, നിങ്ങളുടെ ഭാരം എന്റെ കയ്യിൽ താ, ഞാനത് മാറ്റി നിങ്ങളെ സന്തോഷത്തോടെ കരം പിടിച്ച് നടത്താമെന്ന് പറഞ്ഞു വന്നവനാ യേശു. അല്ല നിന്റെ ആടിന് വേണ്ടി, നിന്റെ കോഴിക്ക് വേണ്ടി, നിന്റെ മാടിന് വേണ്ടി, നിന്റെ തിരിക്ക് വേണ്ടി, നിന്റെ മെഴുകുതിരിക്ക് വേണ്ടി, നിന്റെ പൈസയ്ക്ക് വേണ്ടി വന്നവനല്ല എന്റെ യേശു കർത്താവ്. അതൊക്കെ നീ ഉപയോഗിച്ചോ, നിന്നെ എനിക്കിതാ എന്ന കർത്താവ് പറഞ്ഞത്. അങ്ങനെ കർത്താവിന് വേണ്ടി നിന്നെ കൊടുത്താൽ, നിന്റെ മക്കളെ കൊടുത്താൽ, നിന്റെ കൂട്ടാളിയെ കൊടുത്താൽ, കർത്താവ് നിന്നെ ഇതിലെ കുഞ്ഞുങ്ങളെ ഉയർത്തി മാനിക്കും. ഈ രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, എന്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. ഈ നല്ല രാത്രിയിൽ
വ്യക്തമായി പറയട്ടെ, സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നീ നിന്നാൽ നീ മഹത്വം കാണും, ദൈവത്തിന്റെ അത്ഭുതം കാണും. നീ ഒരു അത്ഭുത വിഷയമായി മാറും. നിന്നിലൂടെ ദേശത്ത് ദൈവമഹത്വം ഉയർത്തപ്പെടും. നീ ഒരു അനുഗ്രഹമാകുമെന്ന് അബ്രഹാമിന്റെ പറഞ്ഞ വാഗ്ദത്തം നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നിന്റെ കൂട്ടാളിയുടെ മേലും ദൈവം അയക്കും. ആ മഹത്വം കണ്ടുകൊണ്ട് നിത്യതയോളം ചെല്ലേണ്ടതിന് നിന്റെ വഴിയിൽ കാവൽ നിന്ന് ദൂതഗണം നിന്നെ നിത്യതയിലെത്തിക്കും. സ്വത്രം. ഒരു രോഗത്തിനും നിന്നെ അടിമയാക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ശാപം പേറി നടക്കുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. കരഞ്ഞു വിലപിച്ചുകൊണ്ട് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നേർച്ച കൊണ്ട് നടക്കുവാൻ ദൈവം നിന്നെ വിടത്തില്ല. എല്ലാ കാലത്തും സമാധാനത്തോടെ സന്തോഷത്തോടെ കൃപയോടെ യാത്ര ചെയ്യുവാൻ സ്വർഗങ്ങളുടെ കൂടെ ഇരിക്കും. ആ കർത്താവിന്റെ ഉള്ളം കാര്യത്തിൽ ഒന്ന് താഴ്ത്തി കൊടുക്കാമോ? ഞാൻ ഒന്നുമില്ല കർത്താവേ, ഞാൻ ഈ കാലം ഇത്ര നിന്നത് അവിടുത്തെ കൃപയാലാണ്. ആ കൃപ എന്നിൽ നിന്ന് എടുത്ത് കളയല്ലേ എന്ന് സർവശക്തനായ ദൈവത്തിന് സന്നിധിയിൽ നീ മുഴങ്കാലും അടക്കി പ്രാർത്ഥിപ്പാൻ തയ്യാറുണ്ടെങ്കിൽ, ദാവീദിനെ അനുഗ്രഹിച്ച സ്വർഗത്തിലധികം വിളക്കുവട്ടത്തെ അനുഗ്രഹിച്ച സ്വർഗത്തിലധികം നിങ്ങളെയും അനുഗ്രഹിപ്പാൻ മതിയായവനാ. ആ കർത്താവിന്റെ ബലമുള്ള കാര്യത്തിൽ നമുക്ക് താഴ്ത്തി കൊടുക്കാം. ഈ വരമുള്ള സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ.